ചൈനയിൽ നമുക്ക് നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റോ ULA ലൈസൻസോ അതുകൊണ്ടൊന്നും വരില്ല. നമുക്ക് അവിടുത്തെ ലൈസൻസ് എടുത്തേ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ചൈനീസ് ട്രാഫിക് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ദുബായിട്ട് കേരള യാത്രയുടെ 18ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്പർ പ്ലേറ്റും ലൈസൻസും കിട്ടിയാലാണ് നമുക്ക് കുയിറ്റാനിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ ഗൈഡ് ഒന്ന് സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ഞങ്ങൾക്ക് ചെറിയ പണി കിട്ടി. എൻ്റെയും ബിനുബ്രോയുടെയും ആപ്ലിക്കേഷൻസ് അങ്ങോട്ടേക്കൊണ്ട് മാറിപ്പോയി. മീൻസ് ആളുടെ ആപ്ലിക്കേഷൻ എൻ്റെ ഫോട്ടോയും എൻ്റെ ആപ്ലിക്കേഷനിൽ ആളുടെ ഫോട്ടോ ഉണ്ട്. അവർ രണ്ടാളും ഫോട്ടോ നോക്കിയിട്ട് ഇത് രണ്ടും ഒരാൾ തന്നെയല്ല നോക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു നേരമായി. അപ്പോഴേക്ക് ഉച്ചയായി. ഞങ്ങൾ ഉച്ചയ്ക്ക് യാത്രയുണ്ടായിരുന്നു. അതൊന്നും പറ്റിയില്ല. ഞങ്ങൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴും സെയിം പ്രോസസ്സ്. ഫുള്ള് പോസ്റ്റാണ്. നമ്മുടെ സാധാരണ നാട്ടിലെ ഗവൺമെൻറ് ഓഫീസ് പോലെ തന്നെ ഇരുന്നു അവിടുത്തെ അവസ്ഥ. ആ പോസ്റ്റ് ആയ സമയത്ത് ഞങ്ങൾക്ക് വേറെ ചെയ്യലല്ലോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും മെയിൻ പരിപാടി രാഹുലിൻ്റെ കൂടെ കളിക്കുക എന്നുള്ളതായിരുന്നു. ഇനി ലൈസൻസ് തരുന്നതിന് മുന്നേ ഒരു ചടങ്ങ് കൂടിയുണ്ട്. അവിടുത്തെ റോഡുകളെക്കുറിച്ചും റോഡ് നിയമങ്ങളെക്കുറിച്ചും നമുക്കൊരു വീഡിയോ ക്ലാസ് അവരെടുത്ത് തരും. അപ്പോൾ അതിന് നമ്മളവിടെ പോയി ഇരുന്ന് കാണണം. അത് കഴിഞ്ഞാലാണ് നമുക്ക് ലൈസൻസ് തരും. അങ്ങനെ ഞങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. അവർ ഞങ്ങൾക്ക് ലൈസൻസ് എല്ലാവർക്കും തന്നു. പക്ഷേ നമുക്ക് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇന്ന് വെറുതെ അവിടെ പോയിക്കാണ്. നമ്മുടെ ഹോട്ടലിൽ ഞാൻ ലോണ്ടറി ഉണ്ട് വെച്ചപ്പോൾ ലോണ്ടറി ഇല്ല, പക്ഷേ വാഷിംഗ് മെഷീൻ ഉണ്ട്, വേണമെങ്കിൽ വാഷ് ചെയ്യണം. എന്തായാലും സമയമായി. അപ്പോൾ നമ്മൾ വാഷിംഗ് എല്ലാം ചെയ്തു വെച്ചു. നാളെ രാവിലെ വീണ്ടും നമുക്ക് ഇവിടേക്ക് തന്നെയാണ് വരേണ്ടത്. കൂടുതൽ അപ്ഡേറ്റ്സിന് സ്റ്റേ ട്യൂൺഡ്.